വിശുദ്ധ പുരുഷന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ യേശു ജനനം മുതൽ കുരുടനായിരുന്ന ഒരാളെ സൗഖ്യമാക്കുകയും അതിന്റെ പശ്ചാത്തലത്തിൽ വിശ്വാസം, ആത്മീയ കാഴ്ച, അന്ധത എന്നിവയെക്കുറിച്ച് ആഴത്തിലുള്ള പഠനം നടത്തുകയും ചെയ്യുന്നു. യേശു ജന്മം മുതൽ അന്ധനായിരുന്ന ഒരാളെ സുഖപ്പെടുത്തി. അവന്റെ കണ്ണിൽ മണ്ണ് പുരട്ടി ശീലോം കുളത്തിൽ കഴുകാൻ പറഞ്ഞു. അവൻ കാഴ്ച നേടി. ജന്മാന്ധനെ സുഖപ്പെടുത്തിയത് യേശുവിന്റെ ദൈവിക കരുണയും ശക്തിയും തെളിയിക്കുന്നു. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ആത്മീയ കാഴ്ച ലഭിക്കുന്നു. ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കുകയില്ലെന്ന് നമുക്കറിയാം. എന്നാൽ ദൈവത്തെ ആരാധിക്കുകയും അവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവന്റെ പ്രാർത്ഥന ദൈവം ശ്രവിക്കുന്നു. 9-ാം അധ്യായം 31-ാം തിരുവചനം. മതനേതാക്കൾക്കും ജനങ്ങൾക്കും അത്ഭുതം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവർ രോഗശാന്തി ലഭിച്ചവനെ ചോദ്യം ചെയ്തു. രോഗശാന്തി ലഭിച്ചവൻ യേശുവിനെ രക്ഷകനായി അംഗീകരിച്ചു. ശാബത്തിൽ രോഗശാന്തി നടത്തിയതിനാൽ യഹൂദന്മാർ യേശുവിനെ കുറ്റപ്പെടുത്തി. രോഗശാന്തി ലഭിച്ചവൻ പറഞ്ഞു, ഞാൻ അന്ധനായിരുന്നുവെങ്കിലും ഇപ്പോൾ കാണുന്നു. രോഗശാന്തി ലഭിച്ചവനെ പോലെ വിശ്വാസികളും യേശുവിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ധൈര്യമായി സാക്ഷ്യം നൽകണം. യേശു പറഞ്ഞു, കാഴ്ചയില്ലാത്തവർ കാണുകയും കാഴ്ചയുള്ളവർ അന്ധരായി തീരുകയും ചെയ്യേണ്ടതിന് ന്യായവിധിക്കായിട്ടാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത്. 9-ാം അധ്യായം 39-ാം തിരുവചനം. യഥാർത്ഥ കാഴ്ച ആത്മീയമാണ്. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് സത്യത്തിന്റെ വെളിച്ചം ലഭിക്കുന്നു എന്നിവിടെ വ്യക്തമാക്കുന്നു. നിയമത്തിൽ പിടിച്ചുപറ്റിയവർ യേശുവിന്റെ ദൈവികത തിരിച്ചറിയാൻ കഴിയാതെ ആത്മീയമായി അന്ധരായി. യേശുവിന്റെ വരവ് വെളിച്ചം നൽകുന്നതും സത്യത്തെ സ്വീകരിക്കുന്നവരെ ഉയർത്തുന്നതും നിരസിക്കുന്നവരെ വിധിക്കുന്നതുമാണ്. പരിശുദ്ധാത്മാവേ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.